മ്യൂസിക് ക്ലബിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ആദ്യമായി എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു. ഈ ഒരു മ്യൂസിക് ക്ലബിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് അതിന് കാരണഭൂതരായിട്ടുള്ള സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ എന്ന മാതൃസംഘടനയെ പറ്റി നമ്മൾ ഈ അവസരത്തിലൊന്ന് ഓർത്തു പോവുകയാണ്. ഈ സ്ഥലത്ത് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടന പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമാകുന്നു. ഇതിൻ്റെ കീഴിൽ ഒരു മ്യൂസിക് ക്ലബ്ബ് എന്നൊരാശയം ഉരുത്തിരിഞ്ഞ് വരാനുള്ളൊരു കാരണം നമ്മുടെ ഈ പ്രദേശത്ത് വളരെ നന്നായിട്ട് പാട്ടുപാടുന്ന വളരെയധികം കലാവാസനകളുള്ള കുറേ ആളുകളെ നമുക്ക് ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പല സ്റ്റേജുകളിലും നമ്മുടെ തന്നെ സ്റ്റേജുകളിലും ഒക്കെ ഇവരുടെ പരിപാടികൾ പലപ്പോഴായിട്ട് അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് നമുക്കിവരെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അതിൽ നിന്നാണ് നമുക്കിങ്ങനെ ഒരു മ്യൂസിക് ക്ലബ്ബ് എന്നുള്ളൊരാശയം ഉരുത്തിരിയുകയും വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകൾ, അതിൽ അധ്യാപകരുണ്ട്, IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, മറ്റ് ഗവൺമെൻറ് അതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവരെയൊക്കെ കൂടെ കോർത്തിണക്കിക്കൊണ്ട് വളരെ നല്ലൊരു പരിപാടി എന്നുള്ള നിലയിൽ ഈ മ്യൂസിക് ക്ലബ്ബ് ആരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അല്ലെങ്കിൽ 2 വയസ്സ് പ്രായമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ വളരെയധികം ദൂരം മുന്നോട്ട് പോകുവാനായിട്ട് ഇതിലെ അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും കാണാറുള്ളത് പോലെ തന്നെ വളരെ ഗാർഹിക അന്തരീക്ഷത്തിൽ നിന്നും അതുപോലെ തന്നെ ജോലികളിൽ ഒക്കെ ആയിട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആളുകളിലുള്ള കലാവാസനകളെ പുറത്തെടുക്കുവാനായിട്ടുള്ള ഒരു വേദിയായിട്ട് ഈ ഒരു മ്യൂസിക് ക്ലബ്ബ് മാറുകയും അതിലൂടെ തന്നെ ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിലുള്ള വാസനയെ തിരിച്ചറിയാനുള്ള ഒരു അവസരം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം ഇവരുടെ ഓരോ പരിപാടികളിലും റിഹേഴ്സലുകളിലും ഒക്കെ ഞാൻ നിരന്തരമായിട്ട് പങ്കെടുക്കാറുണ്ട്. പാടാനുള്ള ഒരു കഴിവില്ലെങ്കിലും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ഇവരോടൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് ഈ മധ്യവയസ്സിലെത്തി നിൽക്കുന്ന എനിക്ക് എൻ്റെ പ്രായം 10 വയസ്സ് കുറഞ്ഞതുപോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വളരെയധികം വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷവും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള ഒരു ഒത്തുചേരലിനുള്ള ഒരു വേദി കൂടിയായിട്ട് ഈ സൗഹൃദം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇനി അങ്ങോട്ട് ഇവരുടെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ മുൻപോട്ട് ഇനിയും ബഹുദൂരം സഞ്ചരിക്കുവാനുള്ള ഈ ഒരു പ്രയാണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അങ്ങേയറ്റം ജഗദീശ്വരൻ്റെ അനുഗ്രഹാശിസ്സുകൾ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ പ്രോഗ്രാമുകളിൽ കൂടെയായിട്ടും നല്ല ആസ്വാദകരെന്നുള്ള നിലയിലും ഒക്കെ ഇവർക്ക് വേണ്ടുന്ന അംഗീകാരവും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക്, അതുപോലെ തന്നെ ശ്രോതാക്കൾക്ക്, അതിലുപരി ഈ പരിപാടി റിഹേഴ്സൽ നടത്തുമ്പോൾ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസികൾ, പേരെടുത്ത് പറയാൻ നിവൃത്തിയില്ല ആ ആളുകൾ, കാരണം അവർ ഇതിനോട് സഹകരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ അനുസ്യൂതം തുടർന്നു പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെയുള്ള നന്ദിയും കൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരു വളരെ ശാന്തസുന്ദരമായ ഒരു 2025 ആശംസിച്ചുകൊണ്ട് സൗഹൃദായിക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകുവാനായിട്ടുള്ള കഴിവും പ്രചോദനവുമാകുവാനായിട്ട് എനിക്കും സാധിക്കണേ. അതിലൊരു ഭാഗമായി ആകാൻ സാധിച്ചതിലുള്ള നന്ദി ഞാൻ ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ ഇവർക്ക് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ പരിപാടികളെ 2 കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. 4-ാം വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ഓളോപ്പറമ്പിൽ ശ്രീ രാമേന്ദ്രൻ നായരും അദ്ദേഹത്തോടൊപ്പം അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശർമ്മ സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. സൗഹൃദത്തോടുകൂടി കഴിയുന്ന ഈ സൗഹൃദ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങളിലെ കുറച്ച് അംഗങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഈ സൗഹൃദ
റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അസോസിയേഷന്റെ അകത്തളത്തിൽ തന്നെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇണക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ ബഹുമാന്യയായ സൗഹൃദയുടെ സെക്രട്ടറിയും 4-ാം വാർഡ് മെമ്പറുമായ ശ്രീമതി രാധാ സുരേഷ് അവരുടെ ഭവനം തന്നെ അതിനായി വിട്ടുകൊടുക്കുകയും അങ്ങനെ പ്രോത്സാഹനം ചെയ്യുകയും ചെയ്തു കൊടുത്ത ശ്രീമതി രാധാ സുരേഷിന് ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. റെസിഡൻസ് അസോസിയേഷന്റെ ഒരു മുതൽക്കൂട്ടായി ഇതിനകത്ത് തന്നെ സൗഹൃദ മ്യൂസിക് ക്ലബ് എന്ന നാമധേയത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത്. ഇതിലെ അംഗങ്ങൾ പല വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന അംഗങ്ങൾ കൂടിയാണ്. ജോലിക്കിടയിലും അവർ സമയം കണ്ടെത്തിക്കൊണ്ട് പരിപാടികൾ ചെയ്യുന്നതിന് ഒരുങ്ങുകയും ആ പരിപാടികൾ വിജയിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഇവര് ഈ 4-ാം വാർഡിനും സൗഹൃദ റെസിഡൻസ് അസോസിയേഷനും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഒരു കുറേ വേദികൾ ഇവർക്ക് പിന്നിടുവാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 10 വർഷക്കാലമായി റെസിഡൻസ് അസോസിയേഷൻ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഒരു 2 വർഷക്കാലം ആയിട്ടുണ്ട് ഈ മ്യൂസിക് ക്ലബ്ബ് പ്രവർത്തനത്തിൽ എത്തിയിട്ട്. ഈ 2 വർഷക്കാലം കൊണ്ട് അനേക വേദികൾ അവർക്ക് പങ്കിടുവാൻ സാധിച്ചു. ഇനിയും അനേക വേദികളിലൂടെ ഇവർ പങ്കിടട്ടെ, അവർക്ക് പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൗഹൃദ റെസിഡൻസ് മ്യൂസിക് ക്ലബിൻ്റെ 2-ാം വാർഷികമാണ് ഇന്ന്. ഈ ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായിരിക്കും. നമ്മുടെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന അവരുടെ ഒരു സംഗീത കൂട്ടായ്മയാണത്. ഇതിന് മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങണം. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയും അനുകൂലങ്ങളും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ. സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സൗഹൃദ മ്യൂസിക് ക്ലബ്ബ് ഇന്ന് 2 വർഷം പൂർത്തിയാകാൻ ഏതാനും മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ. ഇതുവരെ എല്ലാവരും നല്ല സഹകരണം പ്രാർത്ഥനയും എല്ലാവരുടെയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുമ്പോട്ടും ഞങ്ങൾക്ക് ഈ സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും ഞാൻ ഈ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പുതിയ ഗാനങ്ങളൊന്നും അല്ലെങ്കിലും ഏറെക്കുറെ പഴയ ഗാനങ്ങളോട് കൂടിയുള്ള താല്പര്യക്കാരനാണ്. കൂടുതലും പഴയ ഗാനങ്ങളാണ്, ഇടത്തരം പഴയ ഗാനങ്ങളുമൊക്കെ ആയിട്ടൊക്കെയാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. സൗഹൃദ മ്യൂസിക് ക്ലബിന്റെ 2 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ക്ലബിന് എല്ലാവിധ ആനിവേഴ്സറി ആശംസകളും നേരുന്നു. ഗാനമേളകളെ ആസ്വദിച്ചെടുത്തെന്ന് ഗാനമേളകൾ അവതരിപ്പിച്ച് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ തക്ക രീതിയിൽ നമ്മളുടെ ഈ വളരെ കൊച്ചു ക്ലബ്ബ് വളർന്നതിന് പിന്നിൽ ഒരുപാട് പേരുടെ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും തുടർന്ന് ഞങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മളുടെ ഈ ക്ലബിലെ എല്ലാ അംഗങ്ങളും. പക്ഷേ നമ്മളുടെ ഈ ക്ലബിന്റെ പേര് പോലെ തന്നെ സൗഹൃദത്തിന്റെ ഓരോ മനോഹരങ്ങളായ മുത്തുകൾ കോർത്തുകൊണ്ടൊരു മനോഹരമായ മാല തീർക്കുന്ന പോലെയാണ് നമ്മളുടെ ഈ ഓരോ അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ഓരോ പരിപാടികളും വിജയകരമാക്കുന്നത്. അപ്പം ഇനിയും നമുക്ക് ഈ സൗഹൃദ മ്യൂസിക് ക്ലബിന്റെ പ്രവർത്തനങ്ങളും ഓരോ പരിപാടികളും അതിഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് തീർച്ചയായും ഇനിയും നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും വേണം. ഇതുവരെ നമ്മളുടെ ഈ ക്ലബ്ബ് ഇത്രയും മനോഹരമാക്കി കൊണ്ടുപോകാൻ നമുക്ക് അനുഗ്രഹിച്ച ജഗദീശ്വരനും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിലാണ്.
അതിന്റെ ഭാരവാഹികൾക്കുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. തുടർന്നും നല്ല രീതിയിൽ തന്നെ ഈ ക്ലബ്ബ് മുന്നോട്ട് പോകണം. നന്ദി. സൗഹൃദ മ്യൂസിക് ക്ലബ്ബ് 2 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. തുടർന്നും ഈ ക്ലബിന് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സൗഹൃദ മ്യൂസിക് ക്ലബ്ബിൽ ഒരംഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ക്ലബിൻ്റെ വളർച്ച പോലെ തന്നെ എന്നിലെ കഴിവും വളർത്തിയൊരു ക്ലബ്ബാണിത്. സൗഹൃദ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പാടുന്നതിലോ വലിയ കലാപരമായിട്ടുള്ള കഴിവുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിനെ പരിപോഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ക്ലബ്ബാണ്. എനിക്ക് പാടുമ്പോഴുള്ള പേടിയായാലും എല്ലാം തന്നെ ഈ ക്ലബ്ബിലൂടെയാണ് എനിക്ക് മാറ്റാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ ക്ലബ്ബിന് 2 വർഷം തികഞ്ഞതിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു. സൗഹൃദ മ്യൂസിക് ക്ലബ്ബിന് 2nd ആനിവേഴ്സറിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനും ആ ക്ലബ്ബിലെ ഒരു മെമ്പറാണ്. ഞാൻ തമിഴ്, ഹിന്ദി അങ്ങനത്തെ കുറച്ച് ഫാസ്റ്റ് ട്രാക്സ് പാടും ഈ ഗ്രൂപ്പിൽ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഒരുപാട് തന്നിട്ടുണ്ട് പാട്ടിൻ്റെ കാര്യങ്ങളിൽ. എന്നാന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഒത്തിരി പേര് പ്രോത്സാഹിപ്പിക്കാനുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാനൊക്കെ വെറും ബാത്റൂം സിംഗേഴ്സാണ്. എന്നോടൊക്കെ നീ നന്നായിട്ട് പാടും, വന്ന് പാടടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയ ട്രൂപ്പാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പല പല മേഖലകളിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഞാനൊരു IT പ്രൊഫഷണലാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ ക്ലബ്ബ് മുന്നോട്ട് പോട്ടെ, ഒരുപാട് പരിപാടികൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ എവ്രിവൺ. സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച സൗഹൃദ മ്യൂസിക് ക്ലബ്ബ് എന്ന നമ്മുടെ കരോക്കെ ഗാനമേള ട്രൂപ്പിന് നാളെ ഡിസംബർ 31 2 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇത്രയും ഈ 2 വർഷക്കാലം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയും അതോടൊപ്പം മുമ്പോട്ടും ഇനിയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സൗഹൃദ മ്യൂസിക് ക്ലബ്ബിന് ആനിവേഴ്സറി വിഷസ് നേർന്നുകൊണ്ട് ഹാപ്പി ആനിവേഴ്സറി സൗഹൃദ.